ഇവിടെ 2-3 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമളിയിലെ ബസ് കണ്ടക്ടറായ രഞ്ജിനീഷ് എന്ന് പറയുന്ന ആ ഒരു യുവാവിൻ്റെ കാര്യം തന്നെയാണ്. അയാൾ ഒരു പാവമായി പോയി, അത്രയേ ഉള്ളൂ. അതായത് ഇടുക്കിക്കാരനായ ഒരു പാവത്താനായി പോയി ആ മനുഷ്യന് കൃത്യമായിട്ട് ലോക പരിചയം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഭാര്യ കുഴിച്ച കെണിയിൽ അദ്ദേഹം വിദഗ്ധമായിട്ട് അങ്ങ് വീണു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇതെല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് വീട്ടിൽ താമസിച്ചിട്ട് പല രേഖകൾക്കും തെളിവ് ഉണ്ടാക്കി പോയപ്പോൾ പോലും ഈ രഞ്ജിനീഷിനോ അവരുടെ വീട്ടുകാർക്കോ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ കുടുംബത്തിൻ്റെ സ്വത്ത് വരെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രഞ്ജിഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഏകദേശം 7 ലക്ഷത്തിലധികം ചികിത്സയ്ക്ക് വേണ്ടി ചിലവായിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെടുക്കുന്നതും ബന്ധുക്കളെടുക്കുന്നതും കടം വാങ്ങിച്ച പൈസയാണ്. ഇനിയിപ്പോൾ അവൻ്റെ മകൻ പോയി, ഇനിയിപ്പോഴും എങ്ങനെയെങ്കിലും ആ കടം വീട്ടണം, അതിനു വേണ്ടിയിട്ട് കുറച്ച് സ്വത്ത് വിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് കൈവച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതായത് ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു പച്ച മനുഷ്യൻ, അയാൾ ഒരു പഞ്ചപാപമായിരുന്നു. അയാൾ അതല്ലേ ഭാര്യ അങ്ങ് വിശ്വസിച്ചു പോയത്. ഭാര്യ ഓൺലൈനിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളങ്ങ് വിശ്വസിച്ചു പോയി. ഇയാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കളിയൊന്നും അറിയില്ലല്ലോ. അതായത് ഭാര്യയും ഭാര്യയുടെ കാമുകനും കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു കരാറ് മാത്രമാണ് ഗൾഫിൽ പോവുക എന്നുള്ളത്. അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ആ ഭാര്യയ്ക്കുള്ള ശമ്പളം, ഇത്ര ശമ്പളമുണ്ട്, ആ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് അയച്ച് കൊടുത്തിട്ടുണ്ടാവും. അതായത് ജോലിയാണല്ലോ ആദ്യം ചെയ്യുന്നത്, അവിടെയും ജോലി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, അവിടെ ഒരു ഭാര്യ ഉദ്യോഗസ്ഥ മാത്രമാണ്. വേറെ ഒരുത്തൻ്റെ കൂടെ താമസിക്കുക, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവിന് വരുന്നവരെ നാട്ടിൽ വരിക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കുഞ്ഞ് ആയതിനു ശേഷമാണ് ഈ സ്ത്രീ നേരെ ഗൾഫിലേക്ക് പോകുന്നത്. ആദ്യമൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇത് പലതും അറിയാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ മൊബൈൽ നമ്പറിലേക്ക് നഗ്ന ചിത്രങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കല. ആരാ അയക്കുന്നത്? ഇവന്മാർ രണ്ടുപേരുമാണ്. അങ്ങനെ ആയാലെങ്കിലും പെട്ടെന്ന് തന്നെ വിവാഹമോചനം കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. വിവാഹമോചനവും നേടി എങ്ങനെയെങ്കിലും ഖത്തറിൽ സ്ഥിരതാമസമാക്കണം, അതാണ് ആശാത്തിയുടെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാര്യമാരെയും നമ്മൾ വിശ്വസിക്കരുത്, എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ വിളഞ്ഞ വിത്തുകൾ ഉണ്ടാവുമായിരുന്നു. വളരെ സൂക്ഷിച്ചോ, ഇനി ജീവിക്കാനുള്ളവരോടാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോയിട്ട് തൊലച്ച് കളയരുത്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി ഇതൊന്നും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അവിടുന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് സൗകര്യമുള്ളത് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടുമെന്നും ചെയ്യില്ല. എന്നാലും നമ്മൾ ആരും പോയിട്ട് ജീവൻ കളയാനൊന്നും പാടില്ല. ജീവൻ കളയാതെ നമ്മൾ പൊരുതുകയാണ് വേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ആ മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ആ മകനെ പൊന്നുപോലെയാണ് ഇയാൾ നോക്കിയത്. 8 വർഷമായിട്ട് ഭാര്യ തിരിഞ്ഞു നോക്കാതെ ആ മകന് വേണ്ടിയിട്ട് ഇയാൾ ജീവിച്ചു. പക്ഷേ അവസാന നിമിഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവൾക്ക് അനുകൂലമാവുകയാണ്. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാനസിക നിയന്ത്രണങ്ങൾ തന്നെ തെറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ട കളികൾ കളിക്കുന്ന എന്താ അറിയുക, ഏതെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ചിട്ട് ഭാര്യയെ അങ്ങോട്ട് അയക്കും, അവർക്ക് 10-25,000 സാലറി കിട്ടുമെന്ന് പറയും. പക്ഷെ അവിടെ എത്തി എല്ലാവരെയും കഥയല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെ കഥയല്ല. നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരുപാട് സഹോദരിമാർ നമുക്കുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് പുഴുക്കുത്തുകളും ഉണ്ട്. അതായത് ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകളുണ്ട്. ഇപ്പോഴും കാണുന്നില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അഴിഞ്ഞാട്ടം നടത്തുന്ന ചില പുഴുക്കുത്തുകളെ കാണുന്നില്ലേ? ദുബായിലൊക്കെ കുറേ പുഴുക്കുത്തുകളില്ലേ, മലയാളികളെ പറയിപ്പിക്കാനായിട്ടുള്ള പുഴുക്കുത്തുകളെ, അവറ്റകളടക്കമുള്ള ഇതുപോലെയുള്ള സ്ത്രീകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചിതരാണ്. ഈ വിവാഹമോചനം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ ദുബായിലൊക്കെ നമ്മൾ ചില ടിക്ടോക്കിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന മലയാളികൾ, ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാര് ഇന്ന വരച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം അനുഭവിച്ചിട്ടാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം വരെ കൊടുത്തത്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇയാൾ പാപ്പരായിട്ടുണ്ടാകും. അതായത് ഇപ്പോഴും നിങ്ങൾ നോക്കി, ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ ദുബായിലൊക്കെ ഈ ടിക്ടോക്കിൽ കാണുന്നില്ലേ, ഞാൻ ഇന്ന് 2 ആളുടെ അടുത്ത് പോയി, എനിക്കിന്ന് 3 ആളുടെ അടുത്ത് പോയി, ഞാൻ 4 ആളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയും അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ പെടുന്ന ടീമാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിവാഹമോചനം വേണമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തുണിയിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ കഴിയൂ എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഇവർ വളരെയധികം മോശപ്പെട്ട രീതിയിൽ പരമാവധി ഊറ്റും. ഒരു ഭർത്താവിന ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ പിന്നെ അടിവസ്ത്രം വരെ ഊറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് നിൽക്കുന്നത്. അങ്ങനെ ഊറ്റിക്കൊണ്ടുപോകുന്ന ആൾക്കാർ വരെയുണ്ട്. അതായത് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, കല്യാണം കഴിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പാപ്പരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളുടെ ഇടയിൽ. അതുപോലെ തന്നെയാണ് ഈ രഞ്ജിനീഷ് എന്ന് പറയുന്നവനും ഒരു പഞ്ചപാവമാണ്. അയാൾക്ക് ലോകപരിചയമില്ല. അയാളുടെ ലോകം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയും മകനും പിന്നെ അച്ഛനും അമ്മയും ഒക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും പണക്കത്തിൽ നിൽക്കുമ്പോഴും 2 ദിവസം വന്ന് അമ്മായിയമ്മ അവിടെ താമസിക്കുമ്പോഴും ഇയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറയില്ലേ, ഇയാൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ സ്വർണം നിർബന്ധപൂർവ്വം വിൽപ്പന നടത്തുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലം വാങ്ങിച്ച് നൽകുന്നു. അതായത് ഈ പുള്ളിക്കാരനെ, ഈ രഞ്ജിനീഷ് എന്ന് പറയുന്നവനെ വീട്ടുകാരിൽ നിന്നും പൂർണ്ണമായിട്ട് അകറ്റാൻ വേണ്ടിയിട്ട് കുറേ കളി നടത്തി നോക്കി. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. ഇയാൾ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് നിന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപരാധികൾ ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട്. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നെ അനുഭവിക്കുന്നതിന് ഇതുപോലെ. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ആൾക്കാർ എല്ലാവരും നിൽക്കുന്നത് അവരെ കൂടിയേ നിൽക്കുള്ളൂ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിഷയങ്ങളായതുകൊണ്ടും ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ രഞ്ജിനീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് ജീവനൊടുക്കി. അത് അവിടെ തീരേണ്ട ഒരു വാർത്തയായിരുന്നു. പക്ഷേ അയാൾ അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കളും വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് പുറം ലോകം അറിയിച്ചപ്പോഴാണ് നമ്മളെല്ലാം ഇത് അറിഞ്ഞത്. ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഇപ്പോൾ എത്ര ആൾക്കാർ ജീവൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ജീവൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ, ചിലപ്പോൾ വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അതായത് ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീടുണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നവനാണെങ്കിലും എന്ന് പറയുന്നത് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇട്ട ജെട്ടിയും പാൻറ്റും മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം കൊണ്ടുപോകരുത്. എല്ലാം കൊടുത്ത് വിട്ട് കഴിഞ്ഞാലും അവർക്ക് തികയില്ല. പിന്നെയും മാസാമാസം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതിനും കേസ് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതൊന്നും ആരും പറയില്ല. എന്താ, അവൻ മരിച്ചത് വിവാഹമോചനം നടന്നിട്ടല്ലേ, അല്ലെങ്കിൽ അവൻ കടബാധ്യത കൊണ്ട് മരിച്ചതല്ലേ. അവൻ ആ കുടിയൻ മരിച്ചത് എങ്ങനെയാണ്? അങ്ങനെയേ പറയുള്ളൂ. അവൻ എങ്ങനെയാണ് കുടിയനായത്, അവൻ എങ്ങനെയാണ് കടക്കാരനായത്, അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊന്നും ആർക്കും അറിയണ്ട. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അങ്ങ് പള്ളു പറയണം, അത്രയേ ഉള്ളൂ. എത്ര മരണങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തിന് മുമ്പ് ഇവരുടെ വിവാഹബന്ധം ഏർപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ നിന്നിട്ട് നഗ്ന ചിത്രങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടാകും. ആരോടെങ്കിലും പറയാൻ കഴിയായത്. ഇപ്പം രഞ്ജിനീഷ് എന്ന് പറയുന്ന ഒരു പയ്യന് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ആരോടെങ്കിലും പറയാൻ കഴിയുക, ഇത് കണ്ടാൽ നിങ്ങൾ എൻ്റെ ഭാര്യ എന്ന് പറയാൻ കഴിയോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അയാൾ അങ്ങനെ നീറി മരിച്ചതായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവസാനത്തെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അയാളുടെ മകനായിരുന്നു. പക്ഷേ അയാൾ കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ വളർന്നു കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനത്തിലെത്തിയേനെ. ആ മകൻ വളർന്നു കഴിഞ്ഞാൽ ഈ തള്ളയെ ചവിട്ടി ഒഴിവാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് വന്നേനെ. പക്ഷെ അതിന് ഇദ്ദേഹം കാത്തു നിൽക്കാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജീവൻ ഒടുക്കുകയല്ല. കാരണം ജീവൻ ഒടുക്കരുത്, നമ്മൾ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ രഞ്ജിനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണമായിരിക്കണം അവസാനത്തേതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും ചോദിക്കും, കുറേ സ്ത്രീകൾ അനുഭവിക്കുന്നതിലുണ്ട്, അതിലുണ്ട് കേട്ടാ. അതായത് ഇതുപോലെയുള്ള ചില പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ തനി കീടങ്ങളാണ്. അങ്ങനെയുണ്ട്. അതെല്ലാ തരത്തിലുമുണ്ട്. വിദേശത്തുമുണ്ട്, സ്വദേശത്തുമുണ്ട്. ഇപ്പോൾ ഈ പെണ്ണിൻ്റെ ഈ കാമുകൻ എന്ന് പറയുന്നവന്, അവന് എപ്പോഴും എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടാകും. അവന് നാട്ടിൽ ഭാര്യയും മക്കളും എല്ലാം ഉണ്ടാകും. അവിടെ വേറിയൊന്ന് ഇവിടെ വേറിയൊന്ന്, അത്രയേ ഉള്ളൂ. അവനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവനൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ ഇതിൻ്റെ കെട്ടിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു എന്താ പറയേണ്ടത്, അടുപ്പക്കാരനാണ്, അല്ല പിന്നെ അതിനൊന്ന് പേര് പറയണോ, ജാരന. അപ്പോൾ അവനെയും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം. ഇതാണ് ഇവന്മാർ, ഇതാണ് ഇവൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴവൻ്റെ ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാം കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവായിരുന്നു. കാരണം ഈ മനുഷ്യൻ ഇത്രയും അനുഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അയാൾ ആ റീൽസിലൊക്കെ വന്നിട്ടുള്ളൊരു ചിരിയുണ്ടല്ലോ, ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ സങ്കടക്കടലാന്ന് നമ്മളാരും കണ്ടതില്ലല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2016, 2015, 16 കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടീനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. വളരെ പാവപ്പെട്ട അഷ്ടിക ഭാഗ്യമില്ലാത്തൊരു കുടുംബത്തിലേതായിരുന്നു. എങ്ങനെയൊക്കെയോ കൂടിയിട്ട് അതിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. കല്യാണം കഴിപ്പിച്ചു വിട്ടതിന് ശേഷം 2 വർഷം ഒരു പ്രശ്നവും അവരെ വീട്ടിൽ. അതിനുശേഷം കുഞ്ഞ് ജനിക്കുന്നു. പിന്നീട് എപ്പോഴോ ആണ് ഇവനുമായിട്ട്, ഈ കാമുകനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. ആ ബന്ധത്തിന് ഒടുവിലാണ് പറയുന്നത് എനിക്ക് ഗൾഫിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. അതൊരു വലിയൊരു ട്രാപ്പായിരുന്നു ആടുന്നത്.
അത് മനസ്സിലാക്കാൻ ഇവനും ഇവൻ്റെ വീട്ടുകാർക്കും കഴിയാതെ പോയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടുക്കിക്കാർ പൊതുവേ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലെന്ന് പറഞ്ഞാൽ ഗൾഫിലൊന്നും പോകാറില്ല. എല്ലാവരും നാട്ടിൽ തന്നെ അത്യാവശ്യം ജീവിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഗൾഫിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു പാവപ്പെട്ട ഒരുത്തനായിരുന്നു, അവൻ്റെ ജീവിതം അങ്ങനെ പോയി. ഏതായാലും നന്ദി, നമസ്കാരം. ഇതിനെതിരെ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.